റോഷൻ, രാജീവൻ, ഷിബുലാൽ, മധു, ബാബു എന്നിങ്ങനെ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് രക്തസാക്ഷിത്വം വരിച്ചത്. ഇവരുടെ ഓർമ്മകളെ അങ്ങെങ്ങനെ കാണുന്നു? കേരളത്തിൽ യുവജന സമരങ്ങളുടെ ചരിത്രത്തിൽ മാത്രമല്ല, സത്യത്തിൽ ഐക്യകേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും തീർത്തും സമാധാനപരമായി നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്ഷോഭത്തിന് നേരെ പോലീസ് വിവേകരഹിതമായി വെടിയുതിർക്കുന്നത്. 1994 നവംബർ 25 ഇന്നലെ എന്ന പോലെ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ഞാൻ. ആ ദിവസം ഉച്ചയോടുകൂടി പുറത്തു വരുന്ന വിവരം 3 പേർ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ്. വൈകുന്നേരത്തോടു കൂടിയാണ്. ഇന്നത്തേതുപോലെയുള്ള ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളുടെ വളർച്ച ഇത്രത്തോളം ഇല്ല. വൈകുന്നേരത്തോടു കൂടിയാണ് കുറേ കൂടി വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു അത്. പോലീസ് വെടിവയ്പ്പുകൾ വേറെയും ധാരാളം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടായിരുന്നു, ഒരു ആസൂത്രണമുണ്ടായിരുന്നു. ആസൂത്രിതമായ നരഹത്യയാണ് അന്ന് നടന്നത്. കേരളത്തിൽ അന്ന് വിദ്യാഭ്യാസ മേഖല സമരകലുഷിതമായിരുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള സമരമാണ് ശക്തമായി ഉയർന്നു വന്നത്. ആ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ സാമൂഹ്യനീതിയും മെറിറ്റും അട്ടിമറിക്കപ്പെടരുത്, അതായിരുന്നു SFIയുടെ മുദ്രാവാക്യം. ആ സമരം ശക്തിപ്പെടുന്ന ഘട്ടത്തിലാണ് വളരെ നാടകീയമായി പരിയാരത്തൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ആ തീരുമാനം കേരളത്തിലെ സമരത്തിൻ്റെ ഗതിയെ സ്വാധീനിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള കെട്ടിടം TB സാനറ്റോറിയത്തിൻ്റെ കെട്ടിടമായിരുന്നു. ആദ്യം കെട്ടിടം അതാണ്. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കെട്ടിടമാണ്. അവിടെ സ്ഥലം സർക്കാരിൻ്റേതാണ്. തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പണം ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് ജാമ്യം സർക്കാരാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻ്റെ കെട്ടിടം, സ്ഥലം, പണം എല്ലാം സർക്കാരിൻ്റേത്. പക്ഷേ ഒരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും മെഡിക്കൽ കോളേജ്. ട്രസ്റ്റിലെ അംഗങ്ങൾ K. കരുണാകരൻ, MV രാഘവൻ, CT അഹമ്മദ് അലി, അങ്ങനെ ചിലരാണ്. മുഖ്യമന്ത്രി, മന്ത്രി എന്ന നിലയിലല്ല ഇവരൊന്നും ട്രസ്റ്റിൽ അംഗങ്ങളായത്, വ്യക്തികൾ എന്ന നിലയിലാണ്. എന്ന് വെച്ചാൽ അധികാരം നഷ്ടപ്പെട്ടാലും ആജീവനാന്തം ഇവരുടെ സ്വകാര്യ സ്വത്തായിരിക്കും. പൊതുമുതൽ കൊണ്ട് ആരംഭിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ഈ വ്യക്തികളുടെ സ്വകാര്യ ഉടമസ്ഥതയിലാകുന്നു എന്നതാണ് പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായും ആ സമരസമയത്ത് ഇതുകൂടി സമരത്തിൻ്റെ ഭാഗമായി വരുന്നു. ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പ്രതിഷേധ സൂചകമായി കരിങ്കൊടി കാണിക്കും എന്ന് DYFI പ്രഖ്യാപിക്കുന്നു. അന്ന് കേരളമാകെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. SFIയുടെയും DYFIയുടെയും സമരത്തോടൊപ്പമായിരുന്നു കേരളം. അതുകൊണ്ട് തന്നെ ഇത്തരം സമരങ്ങളിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ചിലയിടത്ത് കരിങ്കൊടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുമായിട്ടൊന്നും ഇതിനൊരു സാമ്യവും ഇല്ല. ഒളിച്ചിരുന്ന് വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുകയൊക്കെയാണ് ചെയ്യുന്നത്. അന്നങ്ങനെയല്ല. കരിങ്കൊടി സമരമൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിക്കും, ആയിരങ്ങൾ ഒഴുകിയെത്തും. അപ്പോൾ കൂത്തുപറമ്പാകെ ജനസമുദ്രമായി മാറി. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടവും MV രാഘവനോട് അഭ്യർത്ഥിച്ചു, ആ പരിപാടി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. 100 കണക്കിന് ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നു. അപ്പോൾ വല്ല ക്രമസമാധാന പ്രശ്നം ഉണ്ടായാലോ, അതുകൊണ്ട് പരിപാടി അങ്ങ് പങ്കെടുക്കാതിരിക്കുന്നതാണ് ഉചിതം എന്ന് പറയുകയുണ്ടായി. ആ അഭ്യർത്ഥന കേട്ടുമ്പോൾ അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന തൊഴിൽ മന്ത്രി N. രാമകൃഷ്ണൻ ഈ അഭ്യർത്ഥന സ്വീകരിച്ച്, ജില്ലാ ഭരണകൂടത്തിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ആ പരിപാടിയിൽ ഉപേക്ഷിച്ചു. എന്നാൽ MV രാഘവൻ അതിന് തയ്യാറായില്ല. കാരണം MV രാഘവനും ഇന്നത്തെ KPCC പ്രസിഡന്റ് K. സുധാകരനും ചേർന്ന് അന്നൊരു ഗൂഢാലോചന നടത്തിയിരുന്നു. അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കാളികളായിരുന്നു. ആ ഗൂഢാലോചന അനുസരിച്ച് അവിടെ വെടിവയ്പുണ്ടാകണമെന്നും DYFI പ്രവർത്തകർക്ക് നേരെ നിറയൊഴിക്കണം, ചിലരെ കൊല്ലണം എന്നതൊരു ഗൂഢാലോചനയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പരിപാടിയിലേക്ക് MV രാഘവൻ പോകുന്നു. അന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ വന്നിട്ടുള്ള ചിത്രങ്ങൾ കണ്ടാലറിയാം. സമാധാനപരമായി കറുത്ത തൂവാലകൾ, കൊടി പോലുമല്ല, കൊടിയുടെ വടി പോലുമില്ലാതെ കറുത്ത തുണിക്കഷ്ണങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് ശാന്തരായി പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഏകപക്ഷീയമായി അവരുടെ നേരെ നിറയൊഴിച്ചു. മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും പോയതിനു ശേഷവും വെടിവയ്പ് തുടർന്നു. അദ്ദേഹം പങ്കെടുത്ത ആ സ്ഥലത്ത് നിന്ന് കുറച്ചു മാറി
പോലും വെടിയേറ്റ ആളുകൾ കൊല്ലപ്പെട്ടു. കെ രാജീവനും KV റോഷനും C ബാബുവും V മധുവും ഷിബുലാലും 5 ചെറുപ്പക്കാർ തൽക്ഷണം വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പുഷ്പൻ ജീവിക്കുന്നൊരു ഇതിഹാസമായി അന്നു മുതൽ ഇന്നുവരെ ശയ്യാവലംബിയായി കഴിയുന്നു. നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് അന്ന് പരിക്കേറ്റു. ഏകപക്ഷീയമായും പ്രകോപനമില്ലാതെയും ജനാധിപത്യപരമായ ഒരു സമരത്തിന് നേരെ ഇങ്ങനെയൊരു വെടിവെപ്പ് ഐക്യകേരളത്തിൻ്റെ ചരിത്രത്തിൽ മറ്റെവിടെയും ഉണ്ടായിട്ടില്ല. ക്രൂരമായ നരഹത്യ, ഭരണകൂടം നേരിട്ട് നടത്തിയ നരഹത്യ, അതാണ് കൂത്തുപറമ്പിൽ നടന്നത്.